നമസ്കാരം. തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് വലിയപറമ്പ ഗ്രാമപഞ്ചായത്തിലാണ്. ഈ വലിയപറമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുഴയും കടലും അതിരുള്ള 3-4 ഉപദ്വീപുകളുള്ള ഒരു പ്രദേശമാണ് വലിയപറമ്പ്. ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഒരു വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത്. ഇന്ന് നമ്മളോടൊപ്പം UDFന്റെ പ്രതിനിധി ചേരുന്നുണ്ട്. ഈ ഒരു കഴിഞ്ഞ 5 വർഷം ഭരിച്ചത് ഇടതുപക്ഷ മുന്നണിയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഭരണം നഷ്ടമായത്? കഴിഞ്ഞ തവണ യഥാർത്ഥത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഏറെ വളക്കൂറുള്ള മണ്ണാണ് വലിയപറമ്പ് പഞ്ചായത്ത്. ഇന്ന് നിലവിലുള്ള വലിയപറമ്പ് പഞ്ചായത്ത് എന്ന് പറയുന്നത് 1978 രൂപീകൃതമായ പഞ്ചായത്താണ്. അതിവക്ത പടന്ന തൃക്കരിപ്പൂര് രാമന്തലയുടെ ചില ഭാഗങ്ങൾ വേർപെടുത്തിക്കൊണ്ടാണ് വികസനപരമായി പിന്നോക്കം നിൽക്കുന്ന ഈ പ്രദേശത്തിൻ്റെ വികസനത്തെ ലാക്കാക്കിക്കൊണ്ട് അന്നത്തെ ഐക്യജനാധിപത്യ മുന്നണി നേതാക്കളുടെ ശക്തമായ ഇടപെടൽ മൂലം ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൽ ബഹുമാനപ്പെട്ട അന്നത്തെ വകുപ്പ് മന്ത്രിയായിരുന്ന മർഹൂം CH മുഹമ്മദ് കോയ സാഹിബാണ് ഈ പഞ്ചായത്ത് ഞങ്ങൾക്ക് അനുവദിച്ചു തന്നത്. അതിനുശേഷം മാറി മാറി ഒട്ടേറെ തവണ ഇവിടെ പല മുന്നണികളും ഭരിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഭരണം നടത്തിയത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. ഈ മുന്നണിയുടെ ഭരണസമിതിയുടെ കാലഘട്ടത്തിലും സംസ്ഥാനത്ത് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭരിക്കുമ്പോഴുമാണ് ഇന്ന് ഈ കാണുന്ന 24 കിലോമീറ്റർ നീളമുള്ള വലിയപറമ്പ് പഞ്ചായത്ത് എന്ന് പറയുന്ന കേരളത്തെ ഏറ്റവും നീളം കൂടിയ പഞ്ചായത്ത്, 3 ഉപദ്വീപുകളും അനന്ത ടൂറിസത്തിന് സാധ്യതയുള്ള പ്രകൃതി രമണീയമായ ഈ പഞ്ചായത്തിൻ്റെ മുഖച്ഛായ മാറ്റുവാൻ പറ്റിയത് ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ശക്തമായ പിന്തുണയും ഈ പഞ്ചായത്ത് ഐക്യജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കാലഘട്ടത്തിലുമാണ്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു. നമ്മുടെ മുന്നണിയിലുണ്ടായ ചെറിയ ഒരു പടലപ്പിണക്കം കാരണമാണ് ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടത് എന്ന് ഞങ്ങൾക്കറിയാം. ഇത്തവണ ആ ഒരു പിണക്കങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരുമിച്ച് തന്നെയാണോ തദ്ദേശ തെരഞ്ഞെടുപ്പ്? തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞ 5 വർഷമായി ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സംവിധാനത്തിനെതിരെ അതിശക്തമായ പോരാട്ടത്തിൻ്റെ പാതയിലായിരുന്നു വലിയപറമ്പ് പഞ്ചായത്തിൽ ഐക്യജനാധിപത്യ മുന്നണി. കാരണം ഐക്യജനാധിപത്യ മുന്നണി കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് പഞ്ചായത്ത് ഭരിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ UDF ഭരിക്കുമ്പോൾ ഉണ്ടാക്കിയ വികസന നേട്ടങ്ങൾക്കപ്പുറം ഒരു നേട്ടവും ഈ പഞ്ചായത്തിൽ ഇന്ന് നിലവിലുള്ള ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന പഞ്ചായത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. തന്നെയുമല്ല, ഒട്ടേറെ അഴിമതികളും വീരവാദങ്ങളും PR വർക്കിലൂടെ നേടി എടുത്തുകൊണ്ടുള്ള പ്രചരണങ്ങളും നടത്തുമ്പോൾ അതിനെതിരെ ശക്തമായ ജനരോഷം ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ എല്ലാവിധ തെറ്റായ ധാരണകളും ജനങ്ങൾക്കേറിയിൽ തുറന്നു കാട്ടാൻ ഏറ്റവും കൂടുതലായി അടുത്ത 1 വർഷത്തിലധികമായി ഐക്യജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്തിൽ വളരെ ഐക്യത്തോടു കൂടി കൂട്ടായ്മയോടു കൂടി സമരത്തിൻ്റെ പാതയിലായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് ഞങ്ങൾക്ക് ഈ 11-ാം തീയതി പൂർത്തീകരിക്കാൻ പോകുന്നുള്ള ആത്മവിശ്വാസം വലിയപറമ്പ് പഞ്ചായത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ട്. ഈ ഒരു LDF ഭരിക്കുന്ന സമയത്തുണ്ടായ ഏറ്റവും വലിയ ജനകീയ പ്രശ്നം എന്താ ഇതുവരെ പരിഹരിക്കാതെ പോയത്? ഇതുവരെ പരിഹരിക്കാൻ പറ്റാതെ പോയ ജനകീയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്ന ഈ പഞ്ചായത്തിൻ്റെ തെക്കൻ മേഖല, അവിടെ ശാശ്വതമായ ഒരു പരിഹാരം ഈ പഞ്ചായത്തിന് കാണുവാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞാനിപ്പോൾ സംസാരിക്കുന്ന നിങ്ങളുടെ ചാനലിനോട് നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ വടക്കേ അറ്റമായ ഒരിയര എന്ന് പറയുന്ന കടൽ പ്രദേശത്ത് നിന്നാണ്. നിങ്ങൾക്ക് കാണാം എൻ്റെ മുന്നിൽ ഒരു പുലിമുട്ടുണ്ട്. ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അനുവദിച്ച ഒരു പുലിമുട്ടാണ്. ഇവിടുന്ന് 24 കിലോമീറ്റർ നീളമുള്ള തെക്കേ തൃക്കരിപ്പൂർ ഏഴുമല വരെ മുട്ടി നിൽക്കുന്ന നമ്മുടെ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളും വർഷകാലങ്ങളിൽ ശക്തമായ കടൽക്ഷോഭമുണ്ടാകുന്നുണ്ട്. ഇവിടെ കാലാകാലങ്ങളിലായി ഈ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം നിലവിൽ വന്നത് മുതൽ ഇവിടെ MLA ആയി പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട CPMൻ്റെ പ്രതിനിധികളാണ്. പല തവണ അവർ ഈ പുലിമുട്ട് സ്ഥാപിക്കും, ഞങ്ങൾ ജിയോ ബാഗ് സ്ഥാപിക്കും എന്നൊക്കെ പറഞ്ഞ് കടൽക്ഷോഭം പരിഹരിക്കാൻ ഇലക്ഷൻ സമയത്ത് മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും ഒരു പദ്ധതി ഇന്ന് വരെ നടപ്പിലാക്കിയിട്ടില്ല. ഈ ഞാനിപ്പോൾ നിൽക്കുന്നതിന് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറമായിരുന്നു ഞങ്ങളുടെ വലിയപറമ്പ് പഞ്ചായത്തിൻ്റെ യഥാർത്ഥ പ്രദേശം. ഓരോ വർഷവും 20 മീറ്റർ 25 മീറ്റർ കടൽ വർഷകാലത്ത് എടുത്തുകൊണ്ടു പോകുന്നു. ഇതിന് ശാശ്വത ഒരു പരിഹാരം എന്നുള്ള നിലയിലാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ പുലിമുട്ട് സ്ഥാപിച്ചത്. അതിനുശേഷം ഓരോ കിലോമീറ്ററിൻ്റെയും 2 കിലോമീറ്ററിൻ്റെ ഇടയിൽ മിനി പുലിമുട്ട് സ്ഥാപിച്ചാൽ ഈ കടൽക്ഷോഭം നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ ശക്തമായി പറഞ്ഞതും ബന്ധപ്പെട്ട ജിയോളിക്കൽ വകുപ്പ് തന്നെ അത് കണ്ടെത്തിയതുമാണ്. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ തവണ ഈ ഇടതുപക്ഷത്തിൻ്റെ ഭരണസമിതി എടുത്ത ഒരു തീരുമാനം
കാറ്റാടി വെച്ച് പിടിപ്പിച്ച് ഞങ്ങൾ ഈ കടലോരത്തെ പ്രതിരോധിക്കും എന്നാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 75,000 കാറ്റാടികളാണ് ഈ കടലോരത്തെ വെച്ച് പിടിപ്പിച്ചത്. ഇന്ന് യഥാർത്ഥത്തിൽ 75,000 75 കാറ്റാടികൾ പോലും ഇന്ന് ഇവിടെ യഥാർത്ഥത്തിൽ കടൽ പ്രദേശത്തില്ല. കാരണം അത് കടലിൽ എടുത്തുകൊണ്ട് പോകുന്ന സാധനമാണ്. പിന്നെ അവർ പറഞ്ഞു ജിയോ ബാഗ് സ്ഥാപിക്കും. ജിയോ ബാഗും ഇവിടെ ശാശ്വതമല്ല. ഇവിടെ കരിങ്കല്ല് കൊണ്ടിട്ട കടൽ ഭിത്തിയോ അതല്ലെങ്കിൽ കരിങ്കല്ലിന് കൂടുതലായി ലഭ്യമാവാൻ പ്രയാസമുണ്ടെങ്കിൽ ചില പ്രദേശങ്ങളിൽ മിനി പുലിമുട്ട്, ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത്. മറ്റൊന്ന്, ഈ കഴിഞ്ഞ 5 വർഷം അതിനു മുമ്പുള്ള UDFൻ്റെ പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടാക്കിയ വികസന പ്രവർത്തനത്തിനപ്പുറം ഒരു വികസന പ്രവർത്തനം ഇവർ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഈ നിലവിലുള്ള പഞ്ചായത്തിൻ്റെ ഇടതുമുന്നണി ഭരണസമിതി ചെയ്തത് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന മറ്റൊരു ഏറ്റവും വലിയ ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, 2021 സംസ്ഥാന ഗവൺമെൻറ് ഗ്രാൻമ എന്ന് പറഞ്ഞ് തെക്കേ തൃക്കരിപ്പൂരിലെ ജനങ്ങൾക്ക് യാത്രാ സൗകര്യം പരിഹരിക്കുന്നതിന് വേണ്ടി ഗ്രാൻമ എന്നൊരു ബോട്ട് 10 ലക്ഷം രൂപ മുടക്കി വാങ്ങിയിരുന്നു. ഒരു ദിവസം പോലും ആ ബോട്ട് ഈ തീരദേശ മേഖലയിൽ ഓടിയിട്ടില്ല. ഇന്ന് കട്ടപ്പുറത്താണ്. 2023 ഹരിതകർമ്മ സേനയ്ക്ക് വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഒരു വണ്ടി വാങ്ങി. നിങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഇപ്പോൾ ചെന്നാൽ കാണാം, അത് തുരുമ്പടിച്ച് യാതൊരു പ്രയോജനമില്ലാതെ അത് ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു ഡ്രൈവറെ നിയമിക്കാനോ നമ്മുടെ പ്രിയപ്പെട്ട ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് അതിനെക്കൊണ്ടൊരു പ്രയോജനം നടത്താനോ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ വളരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ചില നേട്ടങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് PR വർക്കിലൂടെ ചില അവാർഡുകൾ നേടിയെന്നാണ് ഈ ഭരണസമിതി അഭിമാനത്തോടെ പറയുന്നത്. എന്നാൽ അതൊന്നുമല്ല എന്ന് UDF അല്ല LDF തന്നെ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങൾ കാണാൻ സാധിച്ചത്. കാരണം നമ്പർ 1 പഞ്ചായത്ത് എന്ന് പറയുന്ന ഈ വലിയപറമ്പ് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിന് സീറ്റ് പോലും നൽകാൻ പ്രിയപ്പെട്ട ഇടതുമുന്നണി നേതൃത്വം തയ്യാറായില്ല എന്നുള്ളത് ആ പ്രസിഡന്റിൻ്റെ പൊള്ളത്തരങ്ങൾക്ക് ആ പാർട്ടി തന്നെ കൊടുത്ത ഏറ്റവും വലിയ മറുപടിയായിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി അവരുടെ ഈ ഭരണസമിതിയെ വിലയിരുത്തുന്നത്. ഓക്കെ, കഴിഞ്ഞ തവണത്തെ പ്രചരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ കൊണ്ടുവന്ന പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത്തവണ ഞങ്ങൾ UDF വളരെ ഐക്യത്തോടു കൂടി തന്നെയുമല്ല കാസർഗോഡ് ജില്ലയിൽ തന്നെ ഐക്യജനാധിപത്യ മുന്നണി ആദ്യമായി സീറ്റ് വിഭജനത്തിൽ ഒരു ഏകോപനത്തിലെത്തിയത് വലിയപറമ്പ് പഞ്ചായത്തിലാണ്. ഒരുവിധ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഞങ്ങൾ കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് ഇവിടുത്തെ പ്രധാന ഘടകകക്ഷി. 2 പാർട്ടികളാണ് ഇവിടുത്തെ ഐക്യജനാധിപത്യ മുന്നണി. തുല്യമായി കാലാകാലങ്ങളിലായി ഇവിടെ മുസ്ലിം ലീഗായിരുന്നു കൂടുതൽ സീറ്റ് മത്സരിക്കുന്നത്, ബ്ലോക്ക് ഉൾപ്പെടെ. എന്നാൽ ഇത്തവണ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട പഞ്ചായത്ത് ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി ഒരമ്മ പെറ്റ മക്കളെ പോലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് എന്നുള്ള വ്യത്യാസമില്ലാതെ ടീം UDF ആയി പ്രവർത്തിച്ച് ഈ പഞ്ചായത്ത് തിരിച്ചു പിടിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി സീറ്റ് വിഭജനത്തിൽ ആദ്യമായി ഞങ്ങൾ വളരെ ഐക്യത്തോടു കൂടി ധാരണയിലെത്തി. പിന്നീട് മുസ്ലിം ലീഗും കോൺഗ്രസിനും അനുവദിച്ച 7 സീറ്റ് 14 സീറ്റാണ് ഇവിടെ ഉള്ളത്, ബ്ലോക്ക് സീറ്റ് ഉൾപ്പെടെ വളരെ ഐക്യത്തോടു കൂടി ഒരു അഭിപ്രായത്തിൽ വ്യത്യാസമില്ലാതെ അതാത് വാർഡുകളിൽ നിന്ന് ജനാധിപത്യപരമായി വാർഡ് കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ട ഒറ്റ പ്രൊപ്പോസൽ, ഒന്നിലധികം സ്ഥാനാർത്ഥി ഞങ്ങളെ UDFന് 14 വാർഡുകളിലും വന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജാണ് ഐക്യജനാധിപത്യ മുന്നണി. ഓക്കെ, എന്തായാലും പാർട്ടിക്കകത്തെ ഭിന്നതകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇത്തവണത്തെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ പൂർണ്ണ സജ്ജരായിരിക്കുകയാണ് UDF മുന്നണിയും. തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയാണ്. കാര്യങ്ങൾ ചോദിച്ചറിയാം. ഈ ഒരു കഴിഞ്ഞ 5 വർഷമായിട്ട് ഇടതുപക്ഷത്തിന്റെ ഭരണമാണ് ഈ ഒരു ഗ്രാമപഞ്ചായത്തിൽ. എന്തൊക്കെ വികസനങ്ങളാണ് ഉണ്ടായത് ഈ ഒരു 5 വർഷം കൊണ്ട്? വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും ഏറ്റവും വീതി കുറഞ്ഞതുമായിട്ടുള്ള ഒരു പഞ്ചായത്താണ്. പൊതുവെ നികുതി വരുമാനം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കേരളത്തിലെ ഒരു പഞ്ചായത്ത് കൂടിയാണ്. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ കഴിഞ്ഞ 5 വർഷം ജനങ്ങൾക്ക് വേണ്ടി എന്ത് നേടിയെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ജനങ്ങളുടെ അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങളിലേക്ക് ഈ പഞ്ചായത്തിനെ കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്തായി, ഇന്ത്യയിലെ
മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പഞ്ചായത്തായി. അന്താരാഷ്ട്ര തലത്തിൽ ഉൾപ്പെടെ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ പേരെത്തിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നതിനപ്പുറം ഈ നാട്ടിലെ സാധാരണക്കാരുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഞങ്ങൾ ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഏറ്റെടുക്കുമ്പോൾ ഈ വലിയപറമ്പ് തൊട്ട് പടന്നക്കടപ്പുറം വരെയുള്ള റോഡിൻ്റെ ഒരു ശോചനീയമായ അവസ്ഥയായിരുന്നു ആദ്യം തന്നെ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ PMGS5 റോഡ് 2014 പാതി വഴിക്ക് ഉപേക്ഷിക്കപ്പെട്ട ഒരു റോഡായിരുന്നു. അതിൽ ഞങ്ങൾ ഇടപെട്ടുകൊണ്ട് ആ റോഡ് നല്ല രീതിയിൽ ഗതാഗത യോഗ്യമാക്കുകയും പിന്നീട് അത് PWDനെ കൊണ്ട് ഏറ്റെടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി. റോഡ് ഗതാഗത യോഗ്യമാക്കിയതോടുകൂടി നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ നമുക്ക് നടത്താൻ സാധിച്ചു. റോഡിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. വിനോദസഞ്ചാരികൾ ഏറെ വരുന്ന ഒരു ഭാഗമാണ് ഈ വലിയപറമ്പ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട പ്രദേശം. പക്ഷേ ഇപ്പോഴും റോഡുകൾ വളരെ ശോചനീയമായിട്ട് കിടക്കുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് മെക്കാടം ടാറിംഗ് ഇല്ലാത്ത ഒരേ ഒരു പഞ്ചായത്തായിരുന്നു നമ്മുടേത്. എന്നാൽ ഈ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ മാവിലാക്കടപ്പുറം മുതൽ വലിയപറമ്പ് വരെയുള്ള പ്രദേശം മെക്കാടം ടാറിങ്ങിന് 10 കോടി രൂപയാണ് പിണറായി സർക്കാർ അനുവദിക്കുകയും ഇപ്പോൾ അതിൻ്റെ സെക്കൻഡ് റീച്ചിൻ്റെ പണി ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നടന്നു വരികയാണ്. ഇപ്പോൾ ഫസ്റ്റ് റീച്ചിൻ്റെ പണി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പണി നടക്കാത്തത്. അതിനുശേഷം അതിൻ്റെ പണി ആരംഭിക്കും. ഇനി നിങ്ങൾ എടയിലക്കാട് ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങളുടെ ഈ മുനവച്ച ചോദ്യമെങ്കിൽ, എടയിലക്കാട് ബണ്ട് തൊട്ട് വലിയപറമ്പ് പാലം സൈറ്റ് വരെ 4,88,00,000 രൂപ കാസർഗോഡ് വികസന പാക്കേജിൽ വെച്ച് അത് ബണ്ടിൻ്റെ നവീകരണം ഉൾപ്പെടെ അതോടൊപ്പം മെക്കാടൻ ടാറിങ് വലിയപറമ്പ് പാലം സൈറ്റ് വരെ ഉൾപ്പെടെയുള്ള വലിയൊരു പദ്ധതി അതിൻ്റെ ഭാഗമായിട്ട് പ്രൊജക്റ്റ് വെക്കുകയും അത് ടെൻഡർ എടുക്കുകയും അതിൻ്റെ വർക്ക് തുടങ്ങി പകുതിക്ക് വെച്ച് കോൺട്രാക്ടർ അത് ഉപേക്ഷിച്ച് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റീടെൻഡർ വിളിച്ചുകൊണ്ട് അതിൻ്റെ പണി ആരംഭിക്കും. ഓക്കെ, എന്തായാലും ശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് ഈ വലിയപറമ്പ്. ഈ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? അല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഭരണസമിതി 1978 ശേഷം ആദ്യമായിട്ടാണ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന് കേരളത്തിലെ മികച്ച പഞ്ചായത്തുകൾക്ക് നൽകുന്ന സ്വരാജ് ട്രോഫി പുരസ്കാരം 1ാം സ്ഥാനവും അതോടൊപ്പം കഴിഞ്ഞ 2-3 വർഷക്കാലമായി തുടർച്ചയായി സ്വരാജ് ട്രോഫി നേടുന്നു. അതോടൊപ്പം കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി സ്വരാജ് ട്രോഫി പുരസ്കാരം ലഭിച്ച പഞ്ചായത്ത് പിലിക്കോട്, വർഷങ്ങൾക്കപ്പുറത്ത്. പക്ഷേ അതിനുശേഷം സ്വരാജ് ട്രോഫി 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയ ഒരു പഞ്ചായത്താണ് വലിയപറമ്പ. മഹാത്മാ പുരസ്കാരം ഉൾപ്പെടെ ഒട്ടനവധി എണ്ണിയാലൊടുങ്ങാത്ത പുരസ്കാരങ്ങൾ നേടുമ്പോൾ അതിൽ നമ്മുടെ ഈ നാടിനകത്തെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള രീതിയിൽ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റി. ഈ നാട്ടിനകത്തെ ലൈഫ് ഭവന പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വീടുകൾ നിർമ്മിച്ച് നൽകിയ ഒരു പഞ്ചായത്താണ് നമ്മുടേത്. എല്ലാ സ്ഥലത്തും വെള്ളവും വെളിച്ചവും എത്തിക്കാൻ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ രൂക്ഷമായ കുടിവെള്ള പ്രശ്നമുണ്ടായപ്പോൾ ഈ നാട്ടിനകത്തെ സാധാരണക്കാരുടെ ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ യാതൊന്നും ചെയ്യാതിരുന്ന ഒരു ഭരണസമിതിയായിരുന്നു കഴിഞ്ഞത്. എന്നാൽ ഞങ്ങൾ വന്നയുടൻ തന്നെ ചീമേനിയിൽ നിന്നും 8000 ലിറ്റർ വെള്ളമാണ് GPS ഘടിപ്പിച്ച വാഹനത്തിൽ ഞങ്ങൾ ഈ രൂക്ഷമായ കുടിവെള്ള പ്രശ്നമുണ്ടായ വാർഡുകളിലേക്ക് കഴിഞ്ഞ 5 വർഷവും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏകദേശം മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ 5ഓളം പ്രൊജക്റ്റുകൾ പുതുതായി വെച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നു. ഈ നാട്ടിനകത്തെ എല്ലാ പ്രദേശത്തും വെളിച്ചമെത്തി എന്നതിനപ്പുറം നമ്മുടെ എല്ലാ ബണ്ട് പാലങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശത്തും വെളിച്ച വിപ്ലവം എന്ന ഒരു പദ്ധതിയിലൂടെ മികച്ച രീതിയിൽ 27 ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ട് നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ പഞ്ചായത്തിലെ ആദ്യത്തെ മിനി സ്റ്റേഡിയം ഞങ്ങൾ നിർമ്മിച്ചു കായിക മേഖലക്കകത്ത്. അതുപോലെ എടയിലക്കാട് ഒരു മുനമ്പ് ബ്യൂട്ടി സ്പോട്ട് എന്നുള്ള രീതിയിലേക്ക് ടൂറിസം മേഖലക്കകത്ത് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് സാധിച്ചു. 941 പഞ്ചായത്തിൽ 10 പഞ്ചായത്തിനെയാണ് സംസ്ഥാന സർക്കാർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. അതിൽ ഒരേയൊരു പഞ്ചായത്താണ് വലിയപറമ്പ. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തന്നെ ഒരുപാട് വീടുകളിൽ നമ്മൾ ഹോം സ്റ്റേ സംവിധാനത്തോടു കൂടി കുടുംബശ്രീയുമായി ലിങ്ക് ചെയ്തുകൊണ്ട് തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ വരുമാന വർധനവിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ഇടപെടലുകൾ ഈ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് നടന്നു വരുന്നു. അതാണ് അവാർഡ് എന്നതിനപ്പുറം ഈ നാട്ടിനകത്തെ എല്ലാ വിഭാഗം ആളുകളുടെയും അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ പഞ്ചായത്ത് ഭരണസമിതി മുമ്പോട്ട് പോയ ആർജവത്തോടെ മുമ്പോട്ട് പോയതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അഭിമാനത്തോടെ ഈ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. അതുമാത്രമല്ല, വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് വർഷങ്ങൾക്കപ്പുറം ഇതുവരെ ഉണ്ടായുള്ള എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും ഇലക്ഷൻ കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ സ്കോർ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് വലതുപക്ഷത്തിനും തുല്യത വന്നാൽ അവിടെ നറുക്കിടും, അല്ലെങ്കിൽ ഒറ്റൊരു സീറ്റിൻ്റെ ഭൂരിപക്ഷമായിരുന്നു. എന്നാൽ 2020
ആദ്യമായി വലിയപറമ്പിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കുകയായിരുന്നു. നമ്മുടെ പഞ്ചായത്തിൽ 2/3 ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യുവത്വത്തിൻ്റെ പ്രസരിപ്പോടുകൂടി വന്നിട്ടുള്ള ഒരുപാട് ജനപ്രതിനിധികൾ വന്നതോടുകൂടി കഴിഞ്ഞ തവണ 2/3 ഭൂരിപക്ഷത്തിലാണ് വന്നത്. ഒരുപക്ഷെ കേരളത്തിനകത്തെ ഇടതുപക്ഷം രണ്ടാം പിണറായി സർക്കാരിന് ഒരു രണ്ടാം സർക്കാർ എന്നുള്ള രീതിയിലേക്ക് കേരളത്തിൽ ആദ്യമായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോയപ്പോൾ അതുപോലെ തന്നെ 78 വന്നിട്ടുള്ള ഈ പഞ്ചായത്തിൽ വീണ്ടും ഒരു LDFൻ്റെ തുടർ ഭരണമാണ് വികസന തുടർച്ചയ്ക്ക് വേണ്ടി ഈ തീരദേശ ജനത ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഞങ്ങൾ ഓരോ വീട്ടിലേക്ക് കയറുമ്പോഴും ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് മാത്രമല്ല, UDFൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പോസ്റ്ററിൽ പോലും നിങ്ങൾക്ക് ഒരു ചുമരെഴുത്തിൽ പോലും വികസന മുരടിപ്പ്, സ്വജനപക്ഷപാതം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളും പറയാൻ അവരുടെ കൈകളിൽ ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അഭിമാനത്തോടെയാണ് ഇത്തവണ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്തു തന്നെയായാലും വീണ്ടും ഈ വികസന തുടർച്ചയ്ക്ക് നമ്മുടെ ഈ ഇടതുപക്ഷം ഈ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലേക്ക് വീണ്ടും പടികയറി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരി, ഇതൊരു തീരപ്രദേശമാണ്. ഓരോ വർഷവും മഴക്കാലത്ത് കടല് വന്ന് കരയെടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ ഒരു കടൽ ഭിത്തി പോലുമില്ല എന്നൊരു അധിക്ഷേപം ഉയർന്നിട്ടുണ്ട്. അതിനെതിരെ എന്താ പറയാനുള്ളത്? വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് കുറേ വർഷങ്ങളായി തീരശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. ടെട്രാപോഡ് പോലുള്ള ഒരു സംവിധാനത്തിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോയപ്പോൾ അതിൻ്റെ ഡിജിറ്റൽ സർവേ ഉൾപ്പെടെ പൂർത്തിയാക്കി അതിന് വേണ്ടുന്ന എസ്റ്റിമേറ്റും തുകയും ഒക്കെ വെച്ചപ്പോൾ യഥാർത്ഥത്തിൽ ടെട്രാപോഡ് 1 കിലോമീറ്ററിന് 310 കോടി രൂപയാണ് വേണ്ടത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഒരു പഞ്ചായത്ത് എന്നുള്ള രീതിയിലേക്ക് 24 കിലോമീറ്റർ ഈ ടെട്രാപോഡ് സംവിധാനം വരണമെങ്കിൽ ഭീമമായ തുക വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് കാത്തു നിൽക്കാതെ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാൻ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കടൽ തീരത്തിനൊരു ഹരിത കവചം എന്നുള്ള രീതിയിലേക്ക് ഞങ്ങളൊരു പ്രൊജക്റ്റ് വെച്ചു. അതൊരു പക്ഷേ ചില ആളുകൾക്ക് അതൊരു തമാശയായി തോന്നും. ചില ആളുകൾ നമ്മുടെ അതിൻ്റെ പേരിൽ കാറ്റാടി ഓട്ടു തുങ്ങ നട്ടത് എന്ന് പറയും. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റാടി തൈകൾ വെച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ് നമ്മുടേത്. ഇതിൻ്റെ പ്രകൃതി ഈ തീരശോഷണത്തിനെതിരെ. അതുകൂടാതെ നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ് വലിയപറമ്പിൻ്റെ എല്ലാ രീതിയിലുമുള്ള മുന്നോട്ട് പോക്കിൻ്റെ വേഗത വർദ്ധിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വരുമാനം കുറഞ്ഞ പഞ്ചായത്ത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. 13.5 ലക്ഷം രൂപ മാത്രമാണ് ഒരു വർഷത്തെ ഞങ്ങളുടെ ഇൻകം. അവിടെയാണ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ആദ്യ വർഷം 2.5 കോടിയും പിറ്റേത്തെ വർഷം 4.5 കോടിയും പിറ്റേത്തെ വർഷം 6.5 കോടിയും 5 വർഷം കൊണ്ട് ഈ പഞ്ചായത്തിനകത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 6.5 കോടി 25 കോടി രൂപ ഈ പഞ്ചായത്തിലേക്ക് എക്സ്പെൻഡിച്ചറാക്കി എന്ന അഭിമാനത്തോടെയാണ് ഞങ്ങൾ ജനങ്ങളെ നേരിടുന്നത്. 2007 തൊഴിലുറപ്പ് പദ്ധതി വന്നത്. എന്നാൽ 2007 തൊട്ട് 2020 വരെ ഏറ്റവും കൂടിയ എക്സ്പെൻഡിച്ചർ ഒരു വർഷത്തേത് എന്ന് പറയുന്നത് 1.5 കോടിയായിരുന്നു. ഇവിടെ ഇതാ 2.5 കോടിയും 4.5 കോടിയിലും 6.5 കോടിയിലും എത്തി 25 കോടി രൂപ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ വീട്ടിലേക്ക്, കാരണം റോഡ് നിർമ്മിച്ചിട്ടല്ല, പാലങ്ങൾ നിർമ്മിച്ചിട്ടല്ല, പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഈ നാടിനെ ഈ വലിയപറമ്പിൻ്റെ വികസന പന്ഥാവിലേക്ക് എത്തിക്കാൻ ഈ നാട്ടിലെ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളിക്കും 100 തൊഴിൽ ദിനങ്ങൾ എന്ന സ്വപ്നം 1450 തൊഴിൽ ദിനങ്ങൾ കൊടുത്ത ഒരൊറ്റ ഭരണസമിതിയേ ഉള്ളൂ. അത് ഞങ്ങളാണ് എന്ന അഭിമാനബോധത്തോടെ തന്നെയാണ് ഈ നാട്ടിലെ സാധാരണക്കാരിലേക്ക് ഞങ്ങൾ വോട്ട് ചോദിക്കാൻ പോകുന്നത്. ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞത്, വീണ്ടും വികസന തുടർച്ചയ്ക്ക് ഈ ഭരണസമിതി അധികാരമേൽക്കുമെന്ന്. എത്രത്തോളമാണ് വിജയപ്രതീക്ഷ? വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ 9 സീറ്റിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതോടൊപ്പം 9 സീറ്റിൽ നമ്മൾ ഷുവറായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം 1-ാം വാർഡ് എന്ന് പറയുന്ന UDFൻ്റെ ശക്തിദുർഗമായ ഒരു വാർഡാണ്. ആ 1-ാം വാർഡിനകത്ത് UDFൻ്റെ തന്നെ റബല് കൂടി വന്നതോടുകൂടി അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറ്റൊരു ഏറ്റവും വലിയ ഒരു സംഭവം ഉണ്ടായത് കഴിഞ്ഞ തവണ UDFൻ്റെ പൊന്നാപുരം കോട്ട എന്ന് പറയുന്ന 10-ാം വാർഡിനകത്ത് കഴിഞ്ഞ തവണ UDFൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ഉസ്മാൻ പാണ്ഡ്യാലയാണ് ഖാദർ പാണ്ഡ്യാല എന്ന ഞങ്ങളുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അട്ടിമറിച്ചതെങ്കിൽ ഇതാ ഇത്തവണ മാടക്കാലിലെ 4-ാം വാർഡിൽ മുഹമ്മദ് റാഫി എന്ന് പറയുന്ന CPMൻ്റെ അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ മത്സരിക്കുന്ന മുഹമ്മദ് റാഫി ഇത്തവണ ഈ ഒരു പഞ്ചായത്തിലെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു മിന്നുന്ന വിജയത്തിലേക്കാണ് പോകുന്നത്. മാടക്കാൽ ആയകാലം തൊട്ട് UDFൻ്റെ കോട്ടയായിരുന്നു. എന്നാൽ ഇത്തവണ മുഹമ്മദ് റാഫി അവിടെ വിജയിച്ച് കയറുന്ന ചിത്രമായിരിക്കും 2025 ഡിസംബർ മാസം 13-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കഴിഞ്ഞ 5 വർഷക്കാലമായി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ തീരദേശ ജനതയെ ഏറ്റവും കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഭരണസമിതി എന്നുള്ള രീതിയിലേക്ക്, അതിന് നേതൃത്വം കൊടുത്തൊരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിലേക്ക്
ആത്മവിശ്വാസത്തോടെയും ആത്മാഭിമാനത്തോടെയുമാണ് നെറ്റ്വർക്ക് ചാനലിനോട് ഞാൻ ഈ കാര്യം ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സൂചിപ്പിക്കുന്നത്. ശരി, എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പൂർണ്ണ സജ്ജരാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ട് വാഗ്ദാനം വികസനം പരിപാടിയിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ BJPയുടെ പ്രതിനിധിയാണ്. ഈ ഒരു 5 വർഷക്കാലം LDFന്റെ ഭരണമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഭരണം? വലിയ പറമ്പ് പഞ്ചായത്ത് 1978 കാലഘട്ടം മുതലാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. ഈ കാലഘട്ടം മുതൽ ഇന്നേ വരെ LDFും UDFാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പറമ്പ് പഞ്ചായത്തിൻ്റെ അടിസ്ഥാനപരമായ വികസന പ്രവർത്തനങ്ങളിൽ ഈ 2 മുന്നണികൾക്കും കാര്യമായ ഒരു പ്രവർത്തനം ചെയ്യാൻ സാധിച്ചിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതികൾ, ഇപ്പോൾ 15ാം ധനകാര്യ കമ്മീഷൻ നടപ്പാക്കുന്ന സാമ്പത്തിക സഹായം, അത് ഉപയോഗിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് ഈ തവണ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് LDFാണ്. VV സജീവനായിരുന്നു പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഈ പഞ്ചായത്തിൽ കുറേ വികസന കാര്യങ്ങളൊക്കെ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒട്ടേറെ അവാർഡുകളൊക്കെ നേടി എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു പഞ്ചായത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് അവാർഡുകൾ നേടിക്കൊണ്ടോ അല്ലെങ്കിൽ കീർത്തി നേടിക്കൊണ്ടോ ആയിരിക്കില്ല ആ പഞ്ചായത്തിൻ്റെ വികസനം. വികസനം എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ ജനവിഭാഗത്തിന് കിട്ടേണ്ട അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ അത് അനുവദിച്ചു കൊടുക്കുന്ന സമയത്ത് മാത്രമേ നമുക്കൊരു പഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങൾ പറയാൻ സാധിക്കും. അല്ലാണ്ട് അവാർഡ് നേടിയതുകൊണ്ട് പഞ്ചായത്തിൻ്റെ വികസനമാകുന്നില്ല. ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കടലോര ഗ്രാമത്തിൻ്റെ പരിധിയിലാണ്, കടലിൻ്റെ കരക്കാണ്. വർഷാവർഷം രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന ഒരു പ്രദേശമാണ് ഈ വലിയപറമ്പ് പഞ്ചായത്ത്. പ്രത്യേകിച്ച് കന്നുവീട്, കടപ്പുറം, അതുപോലെ ഈ വലിയപറമ്പ് ഭാഗത്ത് എല്ലാ വർഷവും കടലാക്രമണം നടത്തും. ജനങ്ങളുടെ ജീവനും സ്വത്തിനും വലിയ രീതിയിലുള്ള നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ കന്നുകൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കടലാക്രമണം നേരിടുന്ന ആ സന്ദർഭങ്ങളിൽ, രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന സന്ദർഭത്തിൽ വാഗ്ദാനങ്ങളുമായി ജനപ്രതിനിധികളും ബന്ധപ്പെട്ടവരും ഈ പ്രദേശത്ത് വരുന്നു, വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു, കടൽ ഭിത്തി കെട്ടും, അതുപോലെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നാളെ ഇതുവരെയായി അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനവും ഈ വലിയപറമ്പ് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നടന്നിട്ടില്ല. ശരി, ഇത്രയും ജനകീയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും BJPക്ക് എന്തുകൊണ്ട് ഇത്രയും വർഷമായിട്ട് മുന്നോട്ട് വരാൻ സാധിച്ചില്ല? അല്ല, BJP മുന്നോട്ട് വരാനിട്ടല്ല. BJP പഞ്ചായത്തിൽ എല്ലാ സ്ഥലത്തുണ്ട്. ഇത്തവണ 9 വാർഡുകൾ മത്സരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ BJP മത്സരിക്കുന്നു. ജില്ലാ പഞ്ചായത്തിൽ BJP മത്സരിക്കുന്നു. ഈ രീതിയിൽ BJP മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ കാലത്തും BJP ആ രീതിയിൽ മുന്നോട്ട് വരാതല്ല. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി 3ാം വട്ടവും അധികാരത്തിൽ വന്നു. തുടക്കത്തിൽ നരേന്ദ്രമോദി എത്ര സീറ്റിലായിരുന്നു നിങ്ങൾക്ക് അറിയാവുന്ന? 2 സീറ്റുണ്ടായിരുന്ന നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ കഴിഞ്ഞ തവണ 302 സീറ്റിലേക്കാണ് പോയത്. അതുപോലെ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ മാറ്റം വന്നു. BJPയും മെല്ലെ മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ വലിയപറമ്പ് പഞ്ചായത്തിൽ ഞങ്ങൾ ഇപ്പോൾ 9 വാർഡുകളിലാണ് മത്സരിക്കുന്നത്. ഈ മത്സരിക്കുന്നത് വെറുതെ അല്ല, ഞങ്ങൾ ജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നത്. എന്തു തന്നെയായാലും ഈ വലിയപറമ്പ് പഞ്ചായത്തിൽ ഒരു ജനപ്രതിനിധിയെങ്കിലും ഉണ്ടാവും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ശരി, ഇത്തവണത്തെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ, എല്ലാ മേഖലയിലുള്ള വാഗ്ദാനങ്ങളൊന്ന് ചുരുക്കി പറയാം. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് രൂക്ഷമായ കുടിവെള്ള പ്രശ്നം ഈ പഞ്ചായത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ പഞ്ചായത്തിൻ്റെ വടക്കൻ മേഖല ഉപ്പുവെള്ളം കയറി, അതുപോലെ കൃഷി തെങ്ങുകൾക്ക് മറ്റൊക്കെ നഷ്ടം വരുന്നു. കുടിവെള്ളക്ഷാമം നേരിടുന്നു. പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗത്തും ആ രീതിയിൽ വലിയ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ മാടക്കാൽ വലിയപറമ്പിൻ്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് കിടക്കുന്ന ഒരു പ്രത്യേക ദ്വീപാണ്. ആ മാടക്കാലുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കന്നുവീട്, കടപ്പുറം, മാടക്കാൽ 2013 ഒരു തൂക്കുപാലം നിർമ്മിച്ചിരുന്നു. ആ തൂക്കുപാലം തകർന്നതോടുകൂടി 2013 അത് ഉദ്ഘാടനം കഴിഞ്ഞു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു 10-55 ദിവസത്തിനുള്ള തകർന്നു വീണു.
ഈ തകർന്നു വീണ പാലം തകർന്നു വീണപ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് മറുകര താണ്ടാൻ വേണ്ടി ഒരു സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രയാസം നേരിടുന്ന ഒരു പ്രദേശമാണ് മാടക്കാൽ ദ്വീപ്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ വലിയപറമ്പ് പഞ്ചായത്ത് വളരെയേറെ മെച്ചപ്പെട്ട രീതിയിലുള്ള തെങ്ങ് കൃഷി, തേങ്ങ ഉൽപ്പന്നങ്ങൾ ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രദേശം. ആ തേങ്ങ ഉൽപ്പന്നങ്ങളിൽ നിന്നും വേണ്ടത്ര ഈ ഭക്ഷ്യോൽപ്പന്നമായ കാര്യങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒട്ടേറെ പദ്ധതികൾ നമുക്ക് തുടങ്ങാൻ സാധിക്കും. അത് BJP അധികാരത്തിൽ വരുന്ന ആ രീതിയിലുള്ള ഒരു മുന്നോട്ടം മതി. അതുപോലെ തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാർത്ഥികൾക്ക് ഒരു തരത്തിലുള്ള തൊഴിലും കിട്ടാത്ത ഒരു സാഹചര്യമാണ് വലിയപറമ്പ് പഞ്ചായത്തിലുള്ളത്. അത്തരം യുവാക്കൾക്ക് അല്ലെങ്കിൽ തൊഴിൽ നേടുന്ന അന്വേഷിക്കുന്ന ആൾക്കാർക്ക് ഒരു തൊഴിൽ സാധ്യതയുള്ള ഒരു പദ്ധതിയും ഈ വലിയപറമ്പ് പഞ്ചായത്തിലില്ല. തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ വലിയപറമ്പ് പഞ്ചായത്തിൽ ഒരു വികസന പ്രവർത്തനം നടന്നിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് മറ്റു സർക്കാരൊക്കെ BJP അധികാരത്തിൽ വന്നാൽ ഇതിനൊക്കെ ഒരു പ്രതിരോധിക്കാൻ വേണ്ടി, അതായത് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടി സാധിക്കും. ഞങ്ങൾ ശ്രമിക്കും. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഏറ്റവും രൂക്ഷമായ കടലാക്രമണ പ്രശ്നം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ബന്ധപ്പെട്ട നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ അത് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കും. ഇതുവരെയായി അതുമായി ബന്ധപ്പെട്ട ഒരു നീക്കങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഇനി തദ്ദേശ തിരഞ്ഞെടുപ്പിന് ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതുവരെയുള്ള പ്രചാരണ പ്രവർത്തനത്തിൽ നിന്ന് എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം? ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്രം ഭരിക്കുന്ന സമയത്ത് ആ പാർട്ടി നടപ്പാക്കുന്ന നരേന്ദ്രമോദി നടപ്പാക്കുന്ന പദ്ധതികൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ അത് നമുക്കും അനുവദിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷ അവർക്ക് വലിയ രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഉത്സാഹത്തോടു കൂടി തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനത്തെ അവർ സ്വാഗതം ചെയ്യുന്നത്. ഇത്തവണ BJPയുടെ വിജയപ്രതീക്ഷ എത്രത്തോളം? വിജയപ്രതീക്ഷ ഞങ്ങൾ എല്ലാ വാർഡിലും ജയിക്കുമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ വലിയപറമ്പ് പഞ്ചായത്തിൽ ജനപ്രതിനിധി ഉണ്ടാവും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ശരി, എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ BJP പ്രതിനിധികളും തയ്യാറാണ്.